ലോക ഫുട്ബോളിൽ ഏറെ ആരാധകരുള്ള താരമാണ് ബുക്കായോ സക്ക. ഫുട്ബോളിൽ മികവിൻ്റെയും നിഷ്കളങ്കതയുടെയും മുഖമാണ് അവന്. മാനവികതയുടെ കുത്തക പേറുന്ന ലോകമാധ്യമങ്ങളിൽ പലതിനും അവൻ പക്ഷേ പരാജയ വാർത്തകളുടെ മുഖചിത്രമാണ്. കറുത്തവരെ പരാജയ വാർത്തകളുടെ മുഖമാക്കി മാറ്റുന്ന വംശീയതയുടെ കറ മാധ്യമലോകത്ത് പോലും മനുഷ്യകുലത്തെ മലീമസമാക്കി തുടരുകയാണ്. ഈ കറയെ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഒരു തുറന്ന കത്ത്. ഇംഗ്ലണ്ട് തോൽക്കുന്ന സമയങ്ങളിൽ ടീമിൻ്റെ പരാജയം ചിത്രീകരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ബുക്കായോ സാക്കയുടെ ചിത്രം ഉപയോഗിക്കുന്നതായിരുന്നു കത്ത് ചൂണ്ടിക്കാട്ടുന്ന വിഷയം. അടുത്തിടെ ഐസ്ലൻഡിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ തോൽവി. സാക്ക ഈ മത്സരത്തിൽ പൂർണ്ണമായും ഭാഗമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഐസ്ലാൻഡ് ഗോൾ നേടിയതിനു ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങുന്നതും. എന്നിട്ടും തോൽവി ചിത്രീകരിക്കുന്നതിന് വേണ്ടി സാക്കയുടെ ചിത്രം ഉപയോഗിച്ചു. മാധ്യമങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ലേ എന്ന് ഫുട്ബോളിലെ വംശീയക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ കിക്കിറ്റൗട്ട് തുറന്ന കത്തിലൂടെ ചോദിക്കുന്നു. തുറന്ന കത്തിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളെയും അവരുടെ ഉള്ളിൽ ഒഴുകുന്ന വംശീയ രാഷ്ട്രീയത്തെയും വെളിച്ചപ്പെടുത്തുന്നു. കിക്കിറ്റൗട്ട് CEO ടോണി ബർണറ്റാണ് എഡിറ്റർമാർക്ക് തുറന്ന കത്തയച്ചത്. കളിക്കളത്തിലെ വിവേചനങ്ങളും വംശീയതകളും റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ഇതെല്ലാം ചെറുക്കേണ്ട ഉത്തരവാദിത്തവും മാധ്യമങ്ങൾക്കുണ്ടെന്ന് കത്ത് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഇറ്റലിയോട് ഇംഗ്ലണ്ട് പെനാൽറ്റിയിൽ പരാജയപ്പെട്ടിരുന്നു. അന്ന് ഇംഗ്ലണ്ട് താരങ്ങളായ ബുക്കായോ സാക്ക, ജേഡൻ സാൻചോ, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവർ വംശീയാധിക്ഷേപത്തിന് ഇരയായി. ഇംഗ്ലണ്ട് താരങ്ങൾക്കെതിരെ മാത്രമല്ല, ബ്രസീലിന്റെ റയൽ മാഡ്രിഡ് താരമായ വിനീഷ്യസിനെതിരെ ഉയർന്ന അധിക്ഷേപത്തിനും കണക്കില്ല. വിനീഷ്യസിനെ വംശീയമായി അധിക്ഷേപിച്ച വലൻസിയ ആരാധകർക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. BBC, ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് പൊളിറ്റിക്കലി ഇത്രയും അഴുകി ജീർണിക്കുന്നത് എന്നോർക്കണം. നിരന്തരമായ അധിക്ഷേപങ്ങൾ ഉണ്ടായപ്പോഴും വിനീഷ്യസ് ജൂനിയറോ ബുക്കായോ സാക്കയോ തളർന്നില്ല. ഗ്രൗണ്ടിൽ അവർ എല്ലാത്തിനും മറുപടി കൊടുത്തു. കരുത്തിൻ്റെയും വിജയത്തിൻ്റെയും താരങ്ങളായി അവർ ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. സ്പെയിനിലെ ഏകാധിപതി ജനറൽ ഫ്രാങ്കോയുടെ പോലീസിനെതിരെ സംസാരിച്ച യോഹാൻ ക്രൈഫ്, ഫുട്ബോളിലെ ചെഗുവേര എന്ന് വിളിപ്പേരുള്ള സോക്രട്ടീസ്, തൊഴിലാളികളെയും അവരുടെ അധ്വാനഭാരത്തെയും അഭിസംബോധന ചെയ്ത ബിൽ ഷാങ്ലി. മാധ്യമങ്ങൾ തങ്ങളുടെ ഉള്ളിലൊഴുകുന്ന വംശീയതയുടെ വിഷം തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഇവരൊക്കെ കളിയും രാഷ്ട്രീയവും മനഞ്ഞ മൈതാനങ്ങൾ അത്ര പെട്ടെന്നൊന്നും തോറ്റുകൊടുക്കില്ല.